പ്രിയ കുട്ടികളെ, IT ക്യൂസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. IT-യുമായി ബന്ധപ്പെട്ട ചില ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, ഇൻ്റർനെറ്റിൻ്റെ പിതാവ്. ഇൻ്റർനെറ്റിൻ്റെ പിതാവാണ് വിൻഡൻ സർഫ്. വിൻഡൻ സർഫാണ് ഇൻ്റർനെറ്റിൻ്റെ പിതാവ്. Ctrl+C എന്ന കീ കമാൻഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? Ctrl+C എന്ന കീ നമ്മൾ ഉപയോഗിക്കുന്നത് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Ctrl+C എന്തിനാണ് ഉപയോഗിക്കുന്നത്? കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗൂഗിളിൻ്റെ സ്ഥാപകൻ ആരാണ്? ഗൂഗിളിൻ്റെ സ്ഥാപകനാണ് ലാറി പേജ്, സെർഗി ബ്രിൻ. ലാറി പേജ്, സെർഗി ബ്രിൻ എന്നിവരാണ് ഗൂഗിളിൻ്റെ സ്ഥാപകൻ. USB എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? USB എന്നതിൻ്റെ പൂർണ്ണരൂപം യൂണിവേഴ്സൽ സീരിയൽ ബസ്. യൂണിവേഴ്സൽ സീരിയൽ ബസ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയത് ഏത് കമ്പനിയാണ്? വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കമ്പ്യൂട്ടർ. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരം 8000. പരം 8000 ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നത്. മൊബൈൽ ഫോണിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? മൊബൈൽ ഫോണിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ്. CPU-വിനെ സാധാരണയായി എന്താണ് വിളിക്കുന്നത്? CPU-വിനെ സാധാരണയായി വിളിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഹൃദയം എന്നാണ്. ബ്ലൂടൂത്ത് സാങ്കേതികവിദ്യ കണ്ടുപിടിച്ച രാജ്യം. ബ്ലൂടൂത്ത് സാങ്കേതികവിദ്യ കണ്ടുപിടിച്ച രാജ്യമാണ് സ്വീഡൻ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്ക് ആരംഭിച്ച വർഷം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്ക് ആരംഭിച്ച വർഷം 2004. HTTP എന്നതിൻ്റെ പൂർണ്ണരൂപം. HTTP എന്നതിൻ്റെ പൂർണ്ണരൂപമാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ സ്ഥാപകനാണ്. മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ സ്ഥാപകനാണ് ബിൽ ഗേറ്റ്സ്. ബിൽ ഗേറ്റ്സ്. സ്മാർട്ട് കാർഡിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ. സ്മാർട്ട് കാർഡിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് എംബസ്ഡ് മൈക്രോചിപ്പ്. എംബസ്ഡ് മൈക്രോചിപ്പ്. കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.